ഗോകുലം ഓഫീസുകളിൽ വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ചെന്നൈ അടക്കം കൊച്ചി അടക്കമുള്ള ഓഫീസുകളിലെല്ലാം റെയ്ഡ് തുടങ്ങി അതേ സമയത്താണോ കോഴിക്കോടും റെയ്ഡ് തുടങ്ങിയത്? എത്ര നേരമായി റെയ്ഡ് തുടരുന്നു? അപർണ, 11-ഓടുകൂടിയാണ് NIA സംഘം ഈ കോഴിക്കോട്ടെ ഗ്രാൻഡ് അതായത് ഗോകുലം ഗ്രാൻഡിൽ എത്തിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നത്. അവർ ഈ ഹോട്ടലിനുള്ളിലെത്തി ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനകൾ നടത്തുന്നു. ഒപ്പം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പുറത്ത് നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയും. എന്തായാലും എമ്പുരാൻ സിനിമ വിവാദമായതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ വലിയ ഭീഷണികൾ, സമ്മർദ്ദങ്ങളൊക്കെ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ താൻ സിനിമയുടെ അവസാന ഭാഗത്ത് മാത്രം ഈ സിനിമയോടൊപ്പം സഹകരിക്കാൻ എത്തിയതെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ആവശ്യമായ ഭേദഗതികൾ ആ സിനിമയിൽ വരുത്തുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ED റെയ്ഡുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഈ ഹോട്ടലിനുള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട ബോർഡ് മീറ്റിംഗ് ഈ ഹോട്ടലിൽ നടക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണ ദിവസം അദ്ദേഹം ഈ ഹോട്ടലിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ആരായുന്നതിനും മൊഴിയെടുക്കുന്നതിനുമൊക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനും കഴിയില്ല. ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിൽ, ഈ ഹോട്ടലിന് ഉള്ളിലുണ്ട്. ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിന്റെ ഉള്ളിൽ റെയ്ഡ് നടത്തുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പുറത്തുനിന്ന് ഇപ്പോൾ അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഗോപാലനുമായി ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ ഗോകുലം ഗോപാലൻ ഈ ഹോട്ടലിൽ ഉണ്ട്. ഒപ്പം ഈ ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഓഫീസ് വടകരയിലുണ്ട്. വടകരയിലെ ഓഫീസിലേക്കും ED ഉദ്യോഗസ്ഥർ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപർണ, അനീഷ്, ഇത് മുൻപ് നടന്ന കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അതിന്റെ തുടർച്ചയാണ്, അന്ന് രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ തുടർച്ചയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഈ പരിശോധന സംബന്ധിച്ച് ഗോകുലം ടീമിന്റെ വൃത്തങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? അപർണ, ഗോകുലത്തിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്ത് കേസുമായി ബന്ധപ്പെട്ടാണോ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇനിയും നൽകിയിട്ടില്ല. ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധമായ പരിശോധനകളാണ് നടക്കുന്നതെന്ന് ED വൃത്തങ്ങൾ പറയുമ്പോൾ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. നേരത്തെ എമ്പുരാൻ സിനിമ റിലീസായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇത്തിരി ED വാഹനം ഉടൻ ഓഫീസിലെത്തും എന്ന രീതിയിലേക്കുള്ള ട്രോളുകളും മറ്റുമൊക്കെ ഇറങ്ങിയിരുന്നു. ഏതാണ്ട് അതൊക്കെ അർത്ഥവത്താക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ കൌതുകമുള്ള വസ്തുത. എന്തായാലും സിനിമ ഇറങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച് എഡിറ്റഡ് വേർഷനും തിയേറ്ററുകൾ എത്തിയ ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയത് ഈ ചിത്രം മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ മോഹൻലാലുമായൊക്കെയുള്ള ബന്ധം പരിഗണിച്ച്, സുഹൃത്ത് ബന്ധം പരിഗണിച്ചാണ് ഈ ചിത്രത്തിന്റെ ഭാഗമായി താൻ മാറിയത്. മറ്റു യാതൊരു പരിഗണനകളും അതിൽ ഉണ്ടായിരുന്നില്ല. ഇനി ആർക്കെങ്കിലും സിനിമ കൊണ്ട് വിഷമം ഉണ്ടായാൽ അതിനുള്ള പരിഹാരം തങ്ങൾ കണ്ടെത്തും. ആരെയും വിഷമിപ്പിക്കണമെന്ന ഒരു വികാരത്തെയും വ്രണപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല ചിത്രം ഇറക്കിയത് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ആദ്യം ഇതിന്റെ നിർമ്മാണ പങ്കാളിയായി ആസ്വാദിനൊപ്പം ആന്റണി പെരുമാറിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് മാറുകയും ഗോകുലം ഈ ചിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തത്. എന്തായാലും ഇതിന്റെയൊക്കെ പിന്നാലെയുള്ള ഒരു സംഭവവാസം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, വിലയിരുത്തലുകളൊക്കെ വരുമ്പോൾ നേരത്തെയുള്ള കേസുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകളാണ് നടക്കുന്നതെന്ന വിശദീകരണമാണ് ഇപ്പോൾ ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഗോകുലം ഗോപാലൻ ഈ ഹോട്ടലിനുള്ളിൽ തന്നെ ഉണ്ട് താനും. അനീഷ്, സ്വാഭാവികമായിട്ട് ഈ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ ഗോകുലം ഗോപാലൻ പുറത്തിറങ്ങി പ്രതികരിക്കാനുള്ള ഒരു സാധ്യത, ഇത് ആ എമ്പുരാന്റെ ആ റിലീസ് വിവാദങ്ങൾക്ക് അന്നുണ്ടായ പ്രതികരണത്തിനു ശേഷം പിന്നീട് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായേക്കാം അല്ലേ? തീർച്ചയായും നമുക്ക് പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ വിവാദങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന രീതിയിൽ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിരുന്നില്ല. കൃത്യമായൊരു മൗനം. ആദ്യം അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായത് ഇത്തരത്തിൽ മനഃപൂർവ്വം ആരുടെയെങ്കിലും വികാരം വ്രണപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ലക്ഷ്യവും ഒന്നും ചിത്രത്തിനുണ്ടായിരുന്നില്ല. ഒരു നിർണായക ഘട്ടത്തിൽ ചിത്രം പുറത്തിറക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പൃഥ്വിരാജ് വലിയ രീതിയിൽ സംവിധാന മികവൊക്കെ പ്രകടിപ്പിച്ച ഒരു സിനിമ എന്ന രീതിയിൽ അത് പുറത്തിറങ്ങേണ്ടത് മലയാളി സിനിമ പ്രേക്ഷകന്റെ ഒരു ആവശ്യമാണ്, മലയാള സിനിമ വ്യവസായത്തിന്റെ ഒരു ആവശ്യമാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് താൻ സിനിമയോട് സഹകരിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം തന്നെയാണ് ഒരുപക്ഷെ ആദ്യം തിരുത്തലുകൾ വേണം, ഈ ചിത്രത്തിൽ ഭേദഗതികൾ വേണം, വിവാദമായ രംഗങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റുള്ളവർ സജീവ സിനിമാ രംഗത്ത് മാത്രം നിലയുറപ്പിക്കുമ്പോൾ ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം സിനിമ മാത്രമല്ല പ്രധാന മേഖല. അദ്ദേഹത്തിന് ഹോട്ടൽ ശൃംഖലകളുണ്ട്. അതിനേക്കാൾ ഉപരി സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ചും ചിട്ടി ബിസിനസ്സാണ് ഗോകുലത്തിന്റെ ഒരു നട്ടെല്ല്. ആദ്യകാലത്ത് തന്നെ ചിട്ടി വ്യവസായത്തിൽ തുടങ്ങിയാണ് അദ്ദേഹം മറ്റ് ബിസിനസ് സാമ്രാജ്യങ്ങൾ വിപുലപ്പെടുത്തുകയും മറ്റ് എല്ലാ തരത്തിലുമുള്ള ബിസിനസ്സിലേക്ക് കടക്കുകയും ചെയ്തു. അതുകൊണ്ട് പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമായി വരുമ്പോൾ അത്തരം ചില പ്രശ്നങ്ങളുണ്ടായാൽ അത് ബിസിനസിനെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തിരുത്തലുകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് തന്നെയാണോ ഈ റെയ്ഡിന് പിന്നിലെ ചേതോവികാരം, അല്ലെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ നടത്തിയ പരിശോധനകളുടെ ഒരു തുടർച്ചയാണോ ഈ പരിശോധന എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. എന്തായാലും ഇഡിയുടെ പരിശോധന ഇപ്പോഴും ഗോകുലത്തിന്റെ ഈ ഹോട്ടലിനുള്ളിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഗോപാലൻ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ ഹോട്ടലിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രത്യേകത. എന്തായാലും അദ്ദേഹം നേരിട്ടിനി കാര്യങ്ങൾ വിശദീകരിക്കുമോ, എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിശദീകരണമാണ് ഗോകുലം ഗ്രൂപ്പിന് നൽകാൻ ഉള്ളതെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരിക്കാം. അനീഷ്, ഗോകുലത്തിന്റെ വിവിധ ഓഫീസുകളിൽ പരിശോധന നടക്കുമ്പോഴും കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ പരിശോധന നടക്കുന്നു. അല്ല, ഇവിടെ ഒരു നടപടി നടക്കുക. അത് നിങ്ങൾ കുറച്ച് മാറി, നമ്മുടെ എൻട്രൻസ് അല്ലേ, ഹോട്ടൽ എൻട്രൻസ് അല്ലേ, കുറച്ചൊരു ഗ്യാപ്പ് നമ്മുടെ ഗസ്റ്റിന് വരാനും പോകാൻ തന്നു കഴിഞ്ഞാലേ നിങ്ങൾ ചെയ്തോളൂ, വേണമെന്നല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനമാകുമ്പോൾ അതിൻ്റെതായ ഒരു വേണ്ടേ. ആയിക്കോട്ടെ. അല്ല, അത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് അറിയില്ല. പ്ലീസ്, അത് നിങ്ങൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ്, ഹോട്ടലാണല്ലോ, സ്ഥാപനമാണല്ലോ. പ്ലീസ്, താങ്ക് യു. പരിശോധനയുടെ കാരണം അതറിയില്ല, അത് പരിശോധന നടക്കട്ടെ എന്നാണ് ഹോട്ടൽ ഓഫീസ് ജീവനക്കാരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഗോകുലത്തിന്റെ വിവിധ ഓഫീസുകളിൽ വ്യാപക റെയ്ഡ് നടക്കുമ്പോൾ ഗോപാലനുള്ള ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഇഡി റെയ്ഡ് നടത്തുകയാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.